ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എഡിറ്റോറിയൽ അനാലിസിസ് ആണ് ഡീൽ ചെയ്യുന്നത്. 25-ാം തീയതി, അതായത് ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസ് ആണ്. സോ ട്രബിൾഡ് വാട്ടേഴ്സ്, ദ പാക് വേ കോൺഫ്ലിക്റ്റ് ഈസ് എക്സാക്ടിങ് എ ഹൈ ടോൾ ആൻഡ് ക്രൈസ് ഫോർ ഏർലി റെസൊല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫിഷർമാൻ്റെ ഡെത്ത് അല്ലേ. സോ 4 ഫിഷർമാന് തമിഴ്നാട്ടിൽ നിന്ന് മരിച്ചു. ഒരാൾ ശ്രീലങ്കൻ തമിഴ് റെഫ്യൂജി ലിവിങ് ഇൻ ഇന്ത്യ ആയിരുന്നു. അപ്പോൾ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്തായിരുന്നു എന്ത് ചെയ്തത്, അൺറിസോൾവ്ഡ് ഫിഷറീസ് കോൺഫ്ലിക്റ്റ് നമ്മൾ അറിയുന്നത്. അതായത് നമുക്കറിയാം ഇതാണ് നമ്മുടെ ഇന്ത്യ എങ്കിൽ ഇതാണ് നമ്മുടെ ശ്രീലങ്ക അല്ല, നമ്മുടെ അല്ല ശ്രീലങ്ക. സോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, കാരണം ആരുടെ ഫിഷ് വാട്ടറാണ്, ആരുടെ ടെറിട്ടോറിയൽ വാട്ടറാണെന്ന് ഇപ്പോഴും അവർ തമ്മിൽ തർക്കമുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇവർ ചെയ്തത്. ഓക്കെ, അവർ മീൻ പിടിക്കാൻ പോയത്. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത്, കൊളൈഡ് ചെയ്തു, ഒരു നാവൽ വെസലായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ മരിച്ചത്. ഓക്കെ, ഒരു അറ്റാക്കിലാണ് മരിച്ചത്. അപ്പോൾ ഇന്ത്യ ഒരു സ്ട്രോങ് പ്രൊട്ടസ്റ്റാണ് ശ്രീലങ്കൻ അതോറിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ, ഇന്ത്യൻ ഫിഷർമെൻസ് ഇങ്ങനെ അവരുടെ വാട്ടേഴ്സിലേക്ക് കടന്നു ചെല്ലുന്നതിൻ്റെ അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയും അതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇന്ത്യ ശ്രീലങ്കയോട് അതോറിറ്റീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രീലങ്കൻ അതോറിറ്റീസാണ് ഈ ഒരു കമ്മിറ്റി വെച്ചത്. അപ്പോൾ അതിലേക്ക് ഇന്ത്യ കൊടുത്തേക്കുന്ന കാര്യമാണ്. ഒരുപാട് പ്രൊട്ടസ്റ്റ് അതിൽ വന്നിട്ടുണ്ട്. ഇറ്റ് വാസ് ലെസ് ദാൻ എ മന്ത് ago that two countries resumed discussions through their joint working group on fisheries after a 3-year gap. 3 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ മാസം ആയിട്ട് അവരെന്ത് ചെയ്തത്, ഒരു ജോയിൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ഫിഷറീസിനെ എന്ത് ചെയ്തത്, മീറ്റ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ sought the early release of fishermen arrested in Sri Lankan waters as well as the boats in Sri Lankan custody. Sri Lanka underscored the need to curb illegal fishing, which adversely affects the livelihood of its war-affected fishermen. When the two sides decided to create a joint working group, some years ago they had agreed that there would be no violence or loss of life. അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഒരുമിച്ച് പ്രോമിസ് ചെയ്തിട്ടാണ് 2 കോസ്റ്റ് ഗാർഡ്സ് തമ്മിൽ, ഇന്ത്യനും ശ്രീലങ്കയും കോസ്റ്റ് ഗാർഡ്സ് തമ്മിൽ ഒരു പാക്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിലൊരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ്പെക്ട് ടു ബി കോർണേഴ്സ് ഓൺ ദിസ് അപ്രോച്ച് ഇസ് ടു ബി നോട്ട് ഒരു ഡിസോണബിൾ ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഇതിൽ വന്നിട്ടില്ല ഇതുവരെ. ആൻഡ് പ്ലാൻ ടു വീൻ അവേ തമിഴ്നാട് ഫിഷർമാൻ ഫ്രം ദ ടെൻഡൻസി to exploit the remaining fish resources of Sri Lankan side by replacing their trawlers with deep sea fishing vessels has not really taken off. അപ്പോൾ ശ്രീലങ്ക സൈഡിൽ നിന്ന് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഡീപ്പ് സീ ഫിഷിംഗ് വെസൽസ് ഉണ്ട്, അവരത് ഇറക്കും. അപ്പോൾ അത് ഇറക്കുമ്പോൾ ഇവർക്ക് ഒരുപാട് മീനിനെ കിട്ടും. അപ്പോൾ സാധാ നമ്മുടെ ഇതിൽ പോകുന്ന സാധാ മീൻകാർക്ക് ഇത് കിട്ടത്തില്ല. ഇന്ത്യൻസിന് അവർക്ക് സാധാ ഫിഷറി റിസോഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീലങ്കൻ സൈഡ് ഡീപ് സീ ഫിഷിംഗ് വെസൽസൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നം അതിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റംപ്റ്റ്സ് ടു ഫോർജ് എ നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻറ്റ് ത്രൂ ഡയറക്റ്റ് ടാക്സ് ഇൻവോൾവിങ് ദി ഫിഷർമാൻ ഫ്രം ബോത്ത് സൈഡ്സ് ഹാവ് ഓൾസോ റീച്ച്ഡ് എ സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെ ഫിഷർമാൻസ് തമ്മിലൊരു നെഗോഷിയേഷൻ വെക്കാനിപ്പോൾ അതും ഒരു ഇതിലും വന്നിട്ടില്ല. ശ്രീലങ്ക ഫേവേഴ്സ് ജോയിൻറ്റ് പെട്രോളിംഗ് ബൈ ദി ബോത്ത് കൺട്രീസ്. 2 കൺട്രീസിനെ പെട്രോൾ ചെയ്യാമെന്ന് ശ്രീലങ്ക ഫേവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട് ഫിഷർമാനിൻ്റെ, അതായത് തമിഴ്നാട് ഫിഷർമാൻ ബോട്ടം ട്രോളിങ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബോട്ടം ട്രോൾ ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആണ് ശ്രീലങ്ക. Political leaders in Tamil Nadu rarely acknowledge that the state's fishermen contribute immensely to the problem by crossing territorial waters. അതായത് തമിഴ്നാട്ടിലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അവരുടെ ഫിഷർമെൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യത്തിൽ അവർ പ്രോപ്പർലി അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ള സംഭവമാണ്. Nor is there a sufficient recognition that incursion to Sri Lankan waters driven by trawler owners who force their poor employees to do so. അപ്പം ട്രോളർ ഓണേഴ്സ് ഉണ്ട്, ഇവരെന്ത് ചെയ്യും, ഈ പുവർ എംപ്ലോയീസിൻ്റെ അടുത്ത് പറയും മീൻ പിടിച്ചുകൊണ്ട് വരണം, ആ രീതിയിൽ അവർ പാടുപെടുത്തും. അതുകൊണ്ടാണ് ഇവർ ഫോഴ്സ്ഡ് ടു ഗോ ഇൻ ടു ഓപ്പൺ സീസ് ആൻഡ് ഓൾ. അപ്പോൾ ഇതിനൊരു ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു 2 കൺട്രീസും ഒരുമിച്ച് നിന്നൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. After this storm, RBI's plan to tighten scrutiny of large NBFCs is critical for financial stability. So RBI has proposed a significant shift in a regulatory approach towards India's non-banking financial corporations from a general approach of light touch regulation to one that monitors large players almost as closely as does banks. അപ്പോൾ RBI ബാങ്കിനെ അത് റെഗുലേറ്റ് ചെയ്യുന്ന അതേ സ്ട്രിക്റ്റിൽ വലിയ NBFCസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇഫ് ഇംപ്ലിമെൻറ്റഡ് ഇതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അത്രയും NBFCs അറിയാമല്ലോ,
IL&FS അറിയാമല്ലോ, IL&FS നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൊച്ചിയിലൊക്കെ പോയിട്ടുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവരാണ് നമ്മുടെ മിക്ക കൺസ്ട്രക്ഷൻസൊക്കെ കേരളത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഒട്ടാകെ അവരുടെ NBFC ആയിരുന്നു. അപ്പോൾ ഇത് പൊളിഞ്ഞുപോയി. ഇത് പൊളിഞ്ഞതെന്ന് പറയുമ്പോൾ വളരെ പൊളിഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് നാശം നമ്മുടെ എക്കണോമിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് വൺ ഓഫ് ദി അമേസിങ് NBFC ആയിരുന്നു, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. അപ്പോൾ എന്താണ് NBFC നിങ്ങൾ നോക്കണം, അത് ആരാണ് റെഗുലേറ്റ് ചെയ്യണമെന്ന് നോക്കണം. ഒരുപാട് ടൈപ്സ് ഓഫ് NBFC ഉണ്ട്. അപ്പോൾ NBFC എന്ന് പറയുന്നൊരു ചാപ്റ്റർ രമേശ് സിംഗിലുണ്ട്. ഒന്നിൽ രമേശ് സിംഗിൽ നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് NBFC UPSC എന്ന് അടിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് NBFCൻ്റെ വേണ്ട ആവശ്യമായ ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ NBFCനെ നമ്മൾ എന്തുകൊണ്ട് റെഗുലേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ, കുറേ വർഷങ്ങളായിട്ട് NBFC വന്നതിന് ശേഷം നമ്മൾ അങ്ങനെ വലിയ റെഗുലേഷൻ കൊടുത്തിട്ടില്ല. ചില NBFCസിന് ഒന്നിൽ കൂടുതൽ റെഗുലേറ്റർ ഉണ്ട്. ചിലത് സെബിയും RBIയും കൂടെയാണ് നോക്കുന്നത്, ചിലത് സെബിയും നമ്മുടെ ഹൗസിംഗ് സിഡ്ബിയും കൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം NBFCന് കുറേ കൂടി സ്ട്രിക്റ്റ് ആയാൽ മാത്രമേ അവർ എക്കണോമിയിൽ വളരെയധികം റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ കടക്കണിയിലാവുന്നതും ആദ്യം NBFC ആണ്. അതുകൊണ്ടാണ് NBFCനെ കുറേ കൂടെ റെഗുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ മൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് വെർ ലെഫ്റ്റ് ഹൈ ആൻഡ് ഡ്രൈ CRB ഗ്രൂപ്പ് ഫേംസ് reneged on high-interest fixed deposits in 1997, Parliament bestowed greater powers over such firms to the central bank to fix the mess. അപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് CRB ഗ്രൂപ്പ് ഫേംസിനൊക്കെ വിട്ടുപോയപ്പോൾ ഒരുപാട് ഹൈ ഇൻട്രസ്റ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റ് 1997 അപ്പോൾ അത് അപ്പോൾ ആ സമയത്ത് പാർലമെൻറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ NBFCസിൻ്റെ കുറേ ആ സമയത്തുള്ള CRB ഗ്രൂപ്പ് ഫേംസിൻ്റെ എല്ലാ പവറും, അത് റെഗുലേറ്റ് ചെയ്യാനുള്ള എല്ലാ പവറും RBIക്കാണ് കൊടുത്തത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതേ സെയിം സാധനമാണ് ഇപ്പോൾ NBFC RBIയുടെ കൈ കിട്ടിയപ്പോഴും വന്നിരിക്കുന്നത്. സൈസ് ഓഫ് ദി NBFC ബാങ്ക് ബാലൻസ് ഷീറ്റ് ഇസ് ഓൾമോസ്റ്റ് മോർ ദാൻ എ ക്വാർട്ടർ ഓഫ് ദാറ്റ് ബാങ്ക്സ് ബാലൻസ് ഷീറ്റ്. അതായത് ബാങ്ക്സ് ബാലൻസ് ഷീറ്റിൻ്റെ 1/4, അതിൻ്റെ ഏകദേശം 1/4 NBFCയിലുണ്ട് ബാങ്ക് ബാലൻസ് ഷീറ്റായിട്ട്. അതിൽ തന്നെ 12% ഇൻ 2020. ഓക്കെ, അബ്സല്യൂട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ബാലൻസ് ഷീറ്റ് ഹാവ് മോർ ദാൻ ഡബിൾ ഫ്രം 20 lakh crore to 49.2. അതായത് 5 വർഷം കൊണ്ട് ഇരട്ടി അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഡബിൾ ചെയ്തിരിക്കുകയാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ എക്കണോമിയിൽ തന്നെ ഹ്യൂജ് ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വൈൽ ദിസ് ഗ്രോത്ത് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹൗ ലൈറ്റർ റെഗുലേഷൻസ് have given them flexibility to meet a range of financing needs from home loans to microfinance and large infrastructure projects, is also manifested into a systemic risk. റിസ്കിലേക്ക് പോകും. അപ്പോൾ ആ റിസ്ക് അപ്പാരൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ല, IL&FS 2018 നമ്മൾ ആ NBFC തകർന്ന് നമ്മൾ കണ്ടത്. ആ കൊളാറ്ററൽ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വളരെ അധികമായിട്ട് ലിക്വിഡിറ്റി പ്രഷർ നമ്മുടെ എക്കണോമിയിൽ ഹോളായിട്ട് തന്നെ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെയുള്ള ഭാവിയിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് NBFC വരുന്നത്. വേറൊരു സച്ച് പ്ലെയർ ആണ് ഡിവാൻ ഹൗസിംഗ് ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, DHFL. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും ഈ സെയിം ടൈമിൽ തന്നെയാണ് ഇറങ്ങിയത്. ക്രെഡിറ്റേഴ്സ് അപ്രൂവ്ഡ് റെസൊല്യൂഷൻ പ്ലാൻ ഫോർ ദി ഫേം ലാസ്റ്റ് വീക്കിലാണ് ആ റെസൊല്യൂഷൻ പ്ലാൻ അവർ ഇതായത്. അപ്പോൾ RBI proposed regulatory reaction to such large NBFC failures that have had a systematic impact on sector could not have come sooner. It is sought to strike a balance between the need to nimble and mitigate systematic risk with a 4-tiered regulatory structure. We must have a 4-tiered regulatory structure. അതിൽ laissez-faire അപ്രോച്ചാണ് സ്മോളർ NBFCs വരുന്നത്. laissez-faire എന്ന് പറയുമ്പോൾ അവർ ആ ഒരു എന്താ പറയുക, നമ്മൾ laissez-faire എന്ന് ഉദ്ദേശിക്കുന്നത് ഫെയർ ആയിട്ടുള്ള, രണ്ട് ഭാഗത്തും ഫെയർ ആയിട്ടുള്ള. അപ്പോൾ സ്മോളർ NBFCസിന് വലിയ ഇഷ്യൂ വരില്ല. പക്ഷേ മിഡ് സൈസ്ഡ് NBFCസിന് വിസ് ബാങ്ക്സിൻ്റെ അതേ ആർബിട്രേജേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് ലൈക്ക് ക്യാപിറ്റലൈസേഷനും ഗവേണൻസും മോണിറ്ററി നോംസും ലാർജസ്റ്റ് പ്ലേയേഴ്സിന് വരുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് കൊണ്ട്, അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡെപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്ന NBFCസിനായിരിക്കും കുറേ കൂടി റെഗുലേഷൻസ് വരുന്നത്. അപ്പോൾ ടോപ്പ് ടയർ ഹാസ് ബീൻ ഈവൻ ബൈ മോർ സ്ക്രൂട്ടിനി. അപ്പോൾ ബട്ട് RBI വാണ്ട്സ് ടു ഐഡലി യൂസ് ദിസ് അപ്രോച്ച് ഓൺലി വെൻ ദർ ഇസ് സർട്ടൻ ലാർജ് പ്ലേയേഴ്സ് വിത്ത് എക്സ്ട്രീം റിസ്ക്. പക്ഷേ RBIക്ക് ഓവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് റെഗുലേറ്റ് ചെയ്ത് അതിനെ സ്ട്രിക്റ്റ് ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത് കുറയും. അതുകൊണ്ട് തന്നെ RBI വിചാരിച്ചിരിക്കുന്നത് എക്സ്ട്രീം റിസ്ക് ഉള്ള ലാർജ് പ്ലെയേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ സ്ക്രൂട്ടിനി ചെയ്യാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ PMC ബാങ്ക്, യെസ് ബാങ്ക്, ലക്ഷ്മി വിലാസ് ബാങ്ക് അല്ലേ. അപ്പോൾ അത് 2 വർഷം മുന്നേ നമ്മൾ ഭയങ്കര ഇഷ്യൂസൊക്കെ ആയിട്ട് നടന്നു. അതിനെ പിന്നെ എന്ത് ചെയ്തു, ഹോളിസ്റ്റിക് റിബൂട്ട് മെക്കാനിസം ഫോർ NBFC വന്നു. ആൻഡ് ബാങ്ക് ഈസ് ക്രിട്ടിക്കൽ ടു റിറ്റെയിൻ കോൺഫിഡൻസ് ആൻഡ് മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വിച്ച് സെൻട്രൽ ബാങ്ക് ഗവർണർ ശക്തികാന്ത ഹാസ് named as public good.
അപ്പോൾ NBFC ഒരു പബ്ലിക് ഗുഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പബ്ലിക് ഗുഡ് എന്നാണ് നമ്മുടെ ശക്തികാന്ത ദാസ് പറഞ്ഞത്. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഈക്വൽസ് ടു പബ്ലിക് ഗുഡ്. വൈ ഈസ് ഇറ്റ് പബ്ലിക് ഗുഡ്? ഹൗ ക്യാൻ ഇറ്റ് ബി കൺസിഡർ എസ് എ പബ്ലിക് ഗുഡ്? അങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. It is hoped that the blueprint for regulation of NBFC, which can lend for activities bank often do not support, be it microloans or infrastructure project, is formalized soon. This will ensure that fledgling economic recovery is not hampered by funding constraint. അതായത് ഈ ഒരു റെഗുലേഷൻ്റെ ബ്ലൂ പ്രിൻ്റ് വരുമ്പോൾ തന്നെ ബാങ്ക്സിന് മെയിനായിട്ട് ലെൻഡ് ചെയ്യുന്ന NBFC ആണ്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാതെ NBFC അങ്ങനെ ലെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ മൈക്രോ ലോൺസ് ആയാലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആയാലും അങ്ങനെ NBFC ലെൻഡ് ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഇതൊരു ഫോർമുലേഷനിൽ വരികയാണെങ്കിൽ NBFCക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വരും. ലൈക്ക് ലെൻഡ് ചെയ്യുക, പൈസ ഇങ്ങനെ ഗവൺമെൻറ്റിന് കൊടുക്കാനായാലും ബാങ്ക്സിന് കൊടുക്കാനായാലും NBFC ഹാവ്സ് ദാറ്റ് തിങ്. ഓക്കെ, സോ അതാണ് കാര്യം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇറാനിലേക്കാണ്. ഇറാനും ബൈഡനും അല്ലേ, നല്ല റൈമിങ് വേർഡ്സ്. സോ ന്യൂ അഡ്മിനിസ്ട്രേഷൻ ടെഹ്റാനിലൊരു എഗ്രിമെൻറ്റ് വന്നില്ലെങ്കിൽ അവരുടെ ബയലാറ്ററൽ ടൈസ് വിൽ ബി ഇൻ ഹോസ്റ്റൈൽ. നമുക്കറിയാം ഒരുപാട് ചാലഞ്ചസ് ആണ് US പ്രസിഡൻ്റായ ജോയി ബൈഡൻ ഹിസ് ഫേസിങ്. ആൻഡ് ഇൻ ദ ഫോറിൻ പോളിസി അറീന റിലേഷൻസ് വിത്ത് ചൈന ആൻഡ് റഷ്യ പോസ് ദി മോസ്റ്റ് intractable problems, as does the estrangement of key European allies who formed the US President Donald Trump, alienated by his isolationist rhetoric and gratuitous insults. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ട് പോയ കുറേ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈനയിലും റഷ്യയിലും ഇറാനിലും ഒക്കെ ഒരുപാട് തീരുമാനങ്ങൾ വാസ് വെരി വെരി പ്രഷറൈസിങ്. അപ്പോൾ ഹൗ ആർ ദി മോസ്റ്റ് പ്രസിംഗ് ഇഷ്യൂ ഫേസ്ഡ് ബൈ ദി ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ അമേരിക്ക റിലേഷൻസ് ഇസ് ദാറ്റ് വിത്ത് ഇറാനുമായിട്ടുള്ള റിലേഷനാണ് ഏറ്റവും കൂടുതൽ കൺസേൺ വരുന്നത്. ഓക്കെ, അത് വാഷിങ്ടണിലെ നോൺ പ്രൊലിഫറേഷൻ സ്ട്രാറ്റജിയും എനർജി റിച്ചായ ഗൾഫ് റീജിയൻ അതിന് തമ്മിലുള്ള ഒരു റിലേഷനുമായി വരുന്നത്. അപ്പോൾ സെവറൽ ഓഫ് മിസ്റ്റർ ബൈഡൻ ടോപ്പ് അപ്പോയിൻറ്റീസ് ഇൻ ദ ഫോറിൻ പോളിസി ആൻഡ് സെക്യൂരിറ്റി അഡ്വൈസർ ഇൻവോൾവ് ഇൻ നെഗോഷിയേഷൻസ് വിത്ത് ഇറാൻ ആൻഡ് ദ ന്യൂക്ലിയർ ഡീൽ ഓഫ് 2015. അപ്പോൾ നമ്മുടെ ജോയി ബൈഡൻ്റെ തന്നെ ഫോറിൻ പോളിസിയിലുള്ള ടോപ്പ് അപ്പോയിൻറ്റീസ് എന്ന് പറയുന്ന ആൾക്കാരിൽ പലരും നമ്മുടെ ഇറാനുമായിട്ട് US നടത്തിയ ന്യൂക്ലിയർ ഡീലുണ്ട് 2015 ബിഫോർ ട്രംപ് കെയിം ഇൻ. ആ സമയത്ത് നടത്തിയ ന്യൂക്ലിയർ ഡീലിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ളതാണ് വെൻഡി ഷെർമാൻ who the original deal's primary negotiator, who has been nominated by Deputy Secretary of State and William Burns, who was involved in the early stages of forging the Iran nuclear deal as a central intelligence agency. അപ്പോൾ ഇറാൻ ന്യൂക്ലിയർ ഡീൽ ചെയ്ത ആൾക്കാരാണ് ഒന്ന് വില്യം ബേൺസും വെൻഡി ഷെർമാൻ. സോ ഇവർ രണ്ടുപേരും ഇതിനകത്തുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അടുത്തത് ട്രംപ് ആക്ഷനും ഇറാൻ്റെ റിയാക്ഷൻ. 2018 നമ്മുടെ US ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്നും വിഡ്രൂ ചെയ്തത്. അതിൽ റേസ്ഡ് ബൈ ദി 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ബൈ UNSC പ്ലസ് ജർമ്മനി ആൻഡ് ദി യൂറോപ്യൻ യൂണിയൻ വിത്ത് ഇറാൻ. അത് റീഇമ്പോസ് സാങ്ഷൻ ചെയ്തു. എസ്പെഷ്യലി ഇറാനിൽ നിന്ന് ഓയിൽ ചെയ്യുന്ന എല്ലാ കൺട്രീസിനും സാങ്ഷൻ കൊടുക്കാനുള്ള എല്ലാ പ്രശ്നവും വന്നു. അതുപോലെ തന്നെ അത്രയും പ്രഷർ ഇറാനിന് വന്നു. അപ്പോൾ ഞാനൊക്കെ ഭയങ്കര ടെൻഷനായി. കാരണം ഒരു കൺട്രീനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ കൺട്രി എന്ത് ചെയ്യും? ഇറ്റ് വിൽ റിയാക്ട്. എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭാഗ്യം കൊണ്ട് അങ്ങനെ നടന്നില്ല. എനിവേയ്സ്, പക്ഷേ ഇറാനിന് ഭയങ്കര ടെൻഷനും പ്രഷറുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ഇറാനും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. ഇപ്പോഴും കമ്പനിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓയിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ ആ സമയത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഹാസ് പുട്ട് മാക്സിമം പ്രഷർ ഓൺ ടെഹ്റാൻ ടു ഫോഴ്സ് ഇറ്റ് അക്സെപ്റ്റ് America's maximalist demands that went far beyond the agreement. എഗ്രിമെൻറ്റിനേക്കാളും ഒരുപാട് പ്രഷർ കൊടുത്തു ആ ഒരു സാങ്ഷൻ ആൻഡ് ഓൾ. ആൻഡ് ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ argued that a 15-year time limit on Iran's nuclear deal വാസ് ഇൻസഫിഷ്യൻറ്റ്. അതായത് 15 വർഷമാണ് ഇറാന് കൊടുത്തത് ന്യൂക്ലിയർ ഡീലിൽ. അപ്പോൾ അത് ഇൻസഫിഷ്യൻ്റ് ആണെന്നാണ് നമ്മുടെ US-ലെ ട്രംപൊക്കെ പറഞ്ഞത്. അപ്പോൾ സോ ദേ സെഡ് ലൈക്ക് ടെഹ്റാൻ മസ്റ്റ് റെനൗൺസ് പെർപച്യൂറ്റി ഇറ്റ്സ് റൈറ്റ്സ് ടു എൻറിച്ച് യുറാനിയം. അതായത് യുറാനിയം എൻറിച്ച് ചെയ്യുന്ന റൈറ്റ് എല്ലാ കാലത്തേക്കുമായിട്ട് പെർപച്യൂറ്റിയിലേക്ക് എന്ത് ചെയ്യണം? റെനൗൺസ് ചെയ്യണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഓക്കെ, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കൺട്രി ചെയ്യും. അതായത് സ്വന്തം കൺട്രീനെ സേഫ്റ്റി കളഞ്ഞിട്ട് വേറെ ചെയ്തില്ല. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ ഓൾസോ ഡിമാൻഡഡ് ദാറ്റ് എ മൊറട്ടോറിയം ടു ബി ഇമ്പോസ്ഡ് ഓൺ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽസ് പ്രോഗ്രാം ദാറ്റ് ടെഹ്റാൻ വിഡ്രോസ് സപ്പോർട്ട് ദി allies and proxies opposed to US policies.
അപ്പോൾ അതുപോലെ തന്നെ ഇറാൻസ് ബാലിസ്റ്റിക് പ്രോഗ്രാമിനൊക്കെ ഒരുപാട് മൊറട്ടോറിയമൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ട്രംപിൻ്റെ സമയത്ത്. അപ്പോൾ ഒരു ഇയറിന് ശേഷമാണ് JCPOA നമ്മൾ വാഷിങ്ടണിൽ ഈ എഗ്രിമെൻറ്റിലേക്ക് തിരിച്ചു വരാനും ഇറാൻ എന്ത് ചെയ്തു 2019 യുറാനിയം എൻറിച്ച്മെൻറ്റ് ലിമിറ്റ് പറഞ്ഞത് എന്ത് ചെയ്തു JCPOA പറഞ്ഞത് കടക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ എൻറിച്ച്ഡ് യുറാനിയത്തിൻ്റെ സ്റ്റോക്ക് പൈൽ അവർ നമ്മൾ ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരുന്ന എമൗണ്ടിനേക്കാളും പെർമിറ്റഡ് ലിമിറ്റിനേക്കാളും കടന്നങ്ങ് പോയി. അപ്പോൾ ഇൻ കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻറ്റ് IAEA എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറാൻസിൻ്റെ സ്റ്റോക്ക് പൈൽ ഓഫ് ലോ എൻറിച്ച്ഡ് യുറാനിയം എന്ന് പറയുന്നത് 2442 kilograms ആയിരുന്നു ഇറാൻ്റെ November 2, 2020 ലോ എൻറിച്ച്ഡ് യുറാനിയത്തിൻ്റെ സൈസ്. അത് JCPOA പറഞ്ഞതിനേക്കാളും 8 ഇരട്ടി കൂടുതലാണ്, 8 times is higher. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ട്രംപ് എന്ത് ചെയ്തത് മാക്സിമം പ്രഷർ കൊടുത്തതും ഇറാന് വെപ്പണൈസേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നും ഇറാന് സാങ്ഷൻ കൊടുക്കണമെന്നും പുള്ളി പറയുന്നത്. About this outcome has generated additional pressure on Biden's administration to reverse course and bring Tehran into compliance with JCPOA by renewing America's commitment to agreement and lifting sanctions. അപ്പോൾ ഇതിന് ജോയ് ബൈഡന് വളരെയധികം ഇഷ്യൂസ് നടക്കും. അപ്പോൾ ബൈഡൻസിൻ്റെ സ്ട്രാറ്റജിയും കോംപ്ലക്സിറ്റീസും ഒക്കെ നമുക്ക് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല കേട്ടോ ഈ ബൈഡൻ്റെ സ്ട്രാറ്റജി. കാരണം ഏതായാലും വായിച്ചേക്കാം. കാരണം അത് പിന്നീടല്ലേ നമുക്ക് അറിയുള്ളൂ. പിന്നെ ഇറാൻ്റെ ഒരു എഗ്രിമെൻ്റ് ഒക്കെ എഴുതി കഴിയും എന്തായാലും ചെയ്യും. അപ്പം വരാൻ പോകുന്ന എഗ്രിമെൻറ്റിനെ പറ്റി ഓവറായിട്ട് ക്വസ്റ്റ്യൻസ് വരത്തില്ല. അത് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ റിലേഷനിൽ കേട്ടോ. വരാൻ പോകുന്ന ഗവൺമെൻറ് പോളിസി വന്നിട്ട് നിങ്ങൾക്ക് അതൊരു ക്വസ്റ്റ്യൻ വരും, അല്ലാതെ അതിന് ചുമ്മാ വരുന്നത് ഞാൻ ചോദിക്കാറില്ല. Anyways, Mr. Biden's press secretary Jen Psaki in his very first press conference released that the new administration intend to constrain Iran through diplomacy. അപ്പോൾ ഡിപ്ലോമസി വഴിയാണ് ഇറാനെ കൺസ്ട്രെയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത്, അല്ലാതെ സാങ്ഷൻ വഴിയല്ല എന്നുള്ളതാണ് ഇവിടെ വരുന്ന ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇറാനിയൻ റെജീം ഹാസ് സിഗ്നൽ ദാറ്റ് ഈസ് വില്ലിംഗ് ടു ഓണർ ദി എഗ്രിമെൻറ്റ് ഓണർ ചെയ്യാനും അവരുടെ എടുത്ത സ്റ്റെപ്പുകൾ തിരിച്ച് റിവേഴ്സ് എടുക്കാനും ഒക്കെ ഇവർ തയ്യാറാണ്. അതുപോലെ തന്നെ ബൈഡൻസ് ഇനാഗുറേഷന് മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ മുഹമ്മദ് ജാവേദ് സരീഫ് റീഇറ്ററേറ്റഡ് ദാറ്റ് ഇറാൻസ് റെഡിനെസ് ടു റിട്ടേൺ ടു JCPOA. അപ്പോൾ അവർ അപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഞങ്ങൾ തിരിച്ച് JCPOA നമുക്കൊരു ഹറിയുമില്ല, നമ്മൾ സാങ്ഷൻ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് തന്നെ നമ്മൾ എല്ലാവരും ഒബ്ലിഗേഷൻ കംപ്ലൈ ചെയ്താൽ നമ്മൾ നമ്മുടെ ഒബ്ലിഗേഷൻ കംപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഹൗ ആർ റിട്ടേൺ ടു JCPOA ഇസ് നോട്ട് എ സിമ്പിൾ എസ് എ സൗണ്ട്. ഒരുപാട് ഡൈവേർജൻസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വാഷിങ്ടൻ്റെ എക്സ്പെക്റ്റേഷൻസും ടെഹ്റാൻ ഹാർബർ ചെയ്യുന്ന എക്സ്പെക്റ്റേഷൻസും രണ്ടാണ്. അപ്പോൾ US ഒരു JCPOA റിട്ടേൺ കൊണ്ടുണ്ടെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറാൻ്റെ മിസൈൽ പ്രോഗ്രാം തടയുക എന്നുള്ളതാണ്. അത് ഒരുപാട് ക്ലാഷസ് ഉണ്ടാകും US-ഉം അല്ലീസ്, എസ്പെഷ്യലി ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ. US-ൻ്റെ അല്ലീസ് എന്ന് പറയുന്നത് US, ഇസ്രായേൽ, സൗദി അറേബ്യ അതുപോലത്തെ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വരും. രണ്ടാമതെന്ന് പറയുന്നത് ഇറാൻ കൺസിഡർ JCPOA എ സ്റ്റാൻഡ് അലോൺ എഗ്രിമെൻറ്റ്. ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് ഇറാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രേനിയസ് ഇഷ്യൂസ് നോട്ട് ബി ലിങ്ക് ടു ന്യൂക്ലിയർ ഡീലായിട്ട് അത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇറാന് മാത്രം വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഫർദർമോർ ഒപ്പീനിയൻസ് ഇൻ ബോത്ത് വാഷിംഗ്ടൺ ആൻഡ് ടെഹ്റാൻ ഹാവ് ഹാർഡൻഡ് ഓവർ പാസ്റ്റ് 2 years. 2 വർഷമായിട്ട് അത് തമ്മിൽ ഭയങ്കര ഇഷ്യൂസ് അറിയാമല്ലോ. ആൾസോ ദി കൺസിസ്റ്റൻസ് ഇൻ ദി US ഹാസ് ഷിഫ്റ്റഡ് ടു മച്ച് മോർ അൺകോംപ്രമൈസിങ് പൊസിഷൻ ബിക്കോസ് ഓഫ് ഇറാൻസ് റിഫ്യൂസൽ ടു ചേഞ്ച് ഇറ്റ്സ് കോഴ്സ് ഇൻ വെസ്റ്റ് ഏഷ്യൻ പോളിസി. അതായത് ഇറാൻ ഇപ്പോഴും വെസ്റ്റ് ഏഷ്യൻ പോളിസിയിൽ അവരുടെ ആ വെസ്റ്റ് ഏഷ്യൻ പോളിസി തന്നെയാണ് നിൽക്കുന്നത്. അത് US ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആണ്. ഇറാൻ്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഗ്രൂപ്പ്സ് ആയ IRG ഗ്രൂപ്പ്സ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പ്രോക്സി മിലിഷ്യാസ് ആണ്. അത് അസാദ് റെജീം, സിറിയയിലെ അസാദ് റെജീമിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ US സപ്പോർട്ടഡ് US. അതായത് നിങ്ങൾ ഈ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സിറിയയിൽ US-ൻ്റെ കുറേ ഫോഴ്സസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സിറിയയിൽ ഇല്ലാത്ത ഫോഴ്സസ് ഇല്ല. അപ്പോൾ US-ൻ്റെ കുറേ ഫോഴ്സസ് സിറിയയിലുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സ്, നമ്മുടെ ഇറാൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ ഇവർ തമ്മിൽ എഗെയിൻസ്റ്റ് ആണ്, മനസ്സിലായോ? അപ്പോൾ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്നത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഗ്യാങ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ എഗെയിൻസ്റ്റ് ആകുമ്പോൾ പിന്നെ ആ ഒരു സംഭവം. അപ്പം അതാണ് ഇവർ പറയുന്നത്, ഇറാൻ്റെ ആ ഒരു സപ്പോർട്ടിംഗ് ടെൻഡൻസി ടുവേർഡ്സ് IRG ഷുഡ് ബി റിഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. തെഹ്റാൻ കണ്ടിന്യൂസ് ടു ഫൈനാൻസ് ആൻഡ് ആം ദ ഫിയേഴ്സ്ലി ആൻറ്റി ഇസ്രായേലി റെവനീസ് ഹെസ്ബൊല്ല അറിയാമല്ലോ, ഹൂത്തീസിൻ്റെ യമനിലെ പ്രിൻസിപ്പൽ സപ്പോർട്ടർ ആയിട്ട് മാറിയിട്ടുണ്ട്. പ്ലസ് ആൻറ്റി ഇസ്രായേലി, അതായത് യമനിലുള്ള ഒരു കൂട്ടം
റെബൽസാണ് ഹൂത്തീസ്. അതുപോലെ ഇസ്രായേലിലുള്ള ഒരു കൂട്ടം റെബൽസാണ് ആൻറ്റി ഇസ്രായേലി ലെബനീസ് ഹെസ്ബൊല്ല. ഓക്കെ, ഹിസ്ബൊല്ല ലെബനൻ്റെ ആണ് വരുന്നത്, പക്ഷേ അവർ ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് സൗദി അറേബ്യ മാത്രമല്ല, മേജർ സൗദി ഓയിൽ ഫെസിലിറ്റീസ്, ഇറാൻ സപ്ലൈഡ് ഡ്രോൺസ് ആൻഡ് മിസൈൽസ്. ഇപ്പോൾ ഇതെല്ലാം ഇറാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മേജറായിട്ട് നമ്മുടെ സൗദിയിൽ ഈ ഇടയ്ക്ക് അരാംകോ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ ഇടയ്ക്കല്ല കഴിഞ്ഞ വർഷം, അരാംകോ എന്ന് പറഞ്ഞ ഓയിൽ റിഗിൽ പ്രശ്നം ഉണ്ടാക്കില്ല. അത് പ്രശ്നം ഉണ്ടാക്കിയത് ഇറാൻ്റെ ഡ്രോൺ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ അമേരിക്കൻ പോളിസി അതിൽ വരും എന്ന് നമ്മൾ കണ്ട് തന്നെ അറിഞ്ഞിരിക്കും. അറ്റ് ദ സെയിം ടൈം US decision to unilaterally withdraw from JCPOA has played on the hands of the Iranian hardliners. അതായത് ഒരു എഗ്രിമെൻ്റ് ഇട്ട് നമ്മളായാലും ഒരു എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് ഒത്തുതീർപ്പാക്കി പിരിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിന് വേറെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ യൂണിലാറ്ററലായിട്ട് ഇപ്പം ഞാനും വേറൊരാളുടെ എയും എക്സും കൂടെ എഗ്രിമെൻ്റ് വെക്കുകയാണ്. അപ്പോൾ എക്സ് എഗ്രിമെൻ്റ് വെച്ചിട്ട് എന്ത് ചെയ്തു, എക്സ് തന്നിഷ്ടപ്രകാരം പോയി. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഫേവർ വരുന്നത്, ഇപ്പോൾ നിയമത്തിൽ പോവുകയാണെങ്കിൽ പോലും അവിടെ ഫേവർ വരുന്നത് എക്കായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു നെഗോഷിയേഷൻ വന്നതുകൊണ്ടാണ്, അപ്പോൾ അങ്ങനെയാണ് ഇത് വിട്ടിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ഹാർഡ് ലൈനേഴ്സിലേക്കാണ് ഈ JCPOA വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ അതാണ് US-ഉമായിട്ട് റിലേഷൻസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ റുഹാനി ഗവൺമെൻറ് JCPOA 2015 സൈൻ ചെയ്തപ്പോൾ ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി വാസ് അഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ഹി വാസ് ബിക്കം ഫാർ മോർ സ്പെക്ടിക്കൽ നൗ ആഫ്റ്റർ യുണൈറ്റഡ് റീഇംപോസിഷൻ ഓഫ് സ്ട്രിഞ്ചൻറ്റ് ആക്ഷൻ ബൈ ദി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇയാൾ അന്നേ എതിരായിരുന്നു ആയത്തുള്ള ഖമേനി. അപ്പോൾ അന്നേ പറഞ്ഞത് അഴുകടിയിലാണ്, ഇതൊന്നും ഡീൽ ചെയ്ത് കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നീട് അത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇട്ടിട്ട് പോയപ്പോൾ പുള്ളിക്കാരനെ വീണ്ടും ഇതാണ്. അതുപോലെ തന്നെ റുഹാനി ഈസ് എ ലേം ഡക്ക് പ്രസിഡൻറ്റ്. റുഹാനി അപ്പോൾ അണ്ടർ ഇറാനിയൻ ലോസ് ഹി ക്യാൻ നോട്ട് റൺ ആൻ പ്രസിഡൻഷ്യൽ എലക്ഷൻ ഹെഡ് ഇൻ June 2021 ബിക്കോസ് ഇസ് ഓൾറെഡി സെർവ് രണ്ട് ടേംസ് ഓൾറെഡി സെർവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അയാൾക്ക് ഒന്നുകൂടെ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. അപ്പോൾ this reason parliamentary elections have resulted in domination of legislature by hardline conservative factions known as principalist. അപ്പോൾ ഒരുപാട് ഇലക്ഷൻസിനൊക്കെ ശേഷം ഒരു കൈൻഡ് ഓഫ് പീപ്പിൾ വന്നിരിക്കുകയാണ് പ്രിൻസിപ്പലിസ്റ്റ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് വരുന്നത് സെയിം ഗ്രൂപ്പിംഗ് തന്നെ ആയിരിക്കും, അൺലെസ് an agreement reached with the US about lifting economic sanctions returning to JCPOA. അപ്പോൾ മിസ്റ്റർ റുഹാനിയുടെ പൊസിഷൻസ് ഡീറ്ററേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റുഹാനി വിൽ ബിക്കം എ മോഡറേറ്റ് പൊസിഷൻ. ആ സമയത്ത് വേറെ ആളായിരിക്കും പ്രസിഡന്റ്. അതുപോലെ തന്നെ ന്യൂ റാഡിക്കൽ ഇറാൻ ഡിസ്പെൻസേഷൻസ് അൺലൈക്ലി ടു ഒരു മിയർ റിട്ടേൺ ഓഫ് സംതിങ് ഫ്രം JCPOA മാത്രമായിട്ട് അവരെന്തെങ്കിലും ഒതുങ്ങത്തില്ല, അവർ വേറെ എന്തെങ്കിലുമൊക്കെ ക്ലോസ് അതിൽ വെക്കും. Even if the Biden and Rouhani administration come to an understanding about returning to JCPOA, hardliners who dominate the Iranian parliament are likely to insist that the renewed agreement must include a clause that would preclude a signatory from unilaterally abandoning JCPOA. അതായത് അന്ന് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന ആൾക്കാരാണ് ഈ ഞാൻ പറഞ്ഞ പ്രിൻസിപ്പലിസ്റ്റ്. അപ്പോൾ ഈ നമ്മുടെ റുഹാനി രണ്ട് തവണ ഓൾറെഡി പ്രസിഡൻ്റ് ആയി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ തവണ വേറെ ആളെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ പ്രിൻസിപ്പൽസ് ഓൾറെഡി JCPOA അഗെയിൻസ്റ്റ് ആയിരുന്നു. JCPOA ഇനി വന്നാൽ പോലും ഒരു കൺട്രി യൂണിലാറ്ററലായിട്ട് അത് വിഡ്രോ ചെയ്യാൻ പറ്റാത്തൊരു ക്ലോസും കൂടെ അതിൽ വെക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാനിയൻ പാർലമെൻറ്റിൽ നവംബറിൽ ഇറാനിയൻ ഗാർഡൻ കൗൺസിൽ എന്ന് പറഞ്ഞ വാച്ച് ഡോഗ് ബോഡി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിന് യുറാനിയം എൻറിച്ച്മെൻറ്റും യുണൈറ്റഡ് നേഷൻ ഇൻസ്പെക്ഷനും വേണ്ടിയിട്ടൊരു ലോ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. വൺ ക്യാൻ ഓൾസോ എക്സെപ്റ്റ് എ ഗ്രേറ്റ് ഡീൽ of opposition on the US Congress, particularly in the delicately balanced Senate, to return to the JCPOA without imposing some restraint on Iran's ballistic missile program and perceptible indication of change in adversarial policy in West Asia. അപ്പോൾ ഒരു US കോൺഗ്രസ് തന്നെ ഒരുപാട് ഇഷ്യൂസ് അവിടെ ഒപ്പോസിഷനൊക്കെ വരും എന്നാണ് പറയുന്നത്. അമേരിക്കയിലെ ലീഡിങ് റീജിയണൽ അല്ലീസും ഇസ്രായേലും സൗദി അറേബ്യയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. അവർ ഇറാനെ ഒരു പ്രിൻസിപ്പൽ ആൻറ്റഗോണിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷന് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരിക്കും. ഇനി ഇത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ സമയമാണ്, അവരാണ് ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അത് വെച്ച് അറിയാം. എനിവേസ് ദിസ് ഇസ് അബൌട്ട് US ആൻഡ് ഇറാൻ. ഓക്കെ, US എന്ന് പറയുന്നത് ഈസ് എ സൈലൻറ്റ് സപ്പോർട്ടർ ഓഫ് ടെററിസം. സൈലൻറ്റ് സപ്പോർട്ടർ എല്ലാം സൈലൻ്റ് ആണ് കേട്ടോ. നമ്മളത് പഠിക്കുമ്പോഴേ മനസ്സിലാവും, പക്ഷെ നമ്മളത് ബുക്കിലൊന്നും എഴുതി വെക്കരുത്, ആൻസർ പേപ്പറിൽ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്.
അപ്പം 3 എഡിറ്റുകൾ കഴിഞ്ഞു. അടുത്തത് ഇൻ അഗ്രി ക്രെഡിറ്റ് സ്മോൾ ഫാമേഴ്സ് ആർ സ്റ്റിൽ ഔട്ട്സൈഡ് ദി ഫെൻസ്. സോ ഇതും എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്നാൾസം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല സമയത്തും പറഞ്ഞുള്ള സെയിം സാധനമാണ്, എനിക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വയ്യ. ഓക്കെ, സോ എന്താ പറയുക, ക്രെഡിറ്റ് ഡിസ്പേഴ്സൽ, അത് ജസ്റ്റ് ആ ഒരു ടാക്സ് മാത്രം നോക്കുക, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഫാമേഴ്സിൻ്റെ ഇഷ്യൂസ് എന്ന്. അവർക്ക് കറക്റ്റായിട്ട് ക്രെഡിറ്റ് കിട്ടത്തില്ല. അപ്പോൾ RBIയുടെ ഇൻറ്റേർണൽ വർക്കിംഗ് ഗ്രൂപ്പ് 2019 ഫൗണ്ട് വേരിയസ് ഇൻകൺസിസ്റ്റൻസീസ്. ക്രെഡിറ്റ് ഡിസ്പോസൽ ഇൻ ഫാം സെക്ടർ വാസ് ഹയർ ദാൻ ദിയർ അഗ്രികൾച്ചർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അതായത് കേരളത്തിൽ 326% ആണ് ക്രെഡിറ്റ് വരുന്നത്, ആന്ധ്രാപ്രദേശിൽ 254 വരുന്നു, തമിഴ്നാട്ടിൽ 245% വരുന്നു, പഞ്ചാബിൽ 231, തെലങ്കാനയിൽ 210. ഇത് ശരിക്കും പറഞ്ഞാൽ അതായത് അഗ്രികൾച്ചറിൽ നിന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുത്തിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്, അഗ്രികൾച്ചറിൽ നിന്ന് ക്രെഡിറ്റ് എടുത്തിട്ട് നോൺ അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് 4% to 7% നമ്മുടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ സ്വർണ്ണ പണയം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം ശരിക്കും ആ ഒരു ക്രെഡിറ്റ് കിട്ടുന്നത് ഫാമേഴ്സിനല്ല, നോൺ ഫാമേഴ്സിനാണ് എന്നുള്ളതാണ് സംഭവം. ഓക്കെ, ഇത് ജസ്റ്റ് വായിച്ചാൽ മതി, ഇത് വലിയൊരു ഇഷ്യൂസൊന്നുമില്ല. ഇത് ഈ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് പഞ്ചാബ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ആൻഡ് സൊനാലിക ഗ്രൂപ്പിൻ്റെ അസോചാമിൻ്റെയൊക്കെ ചെയർമാനായ AS മിട്ടാലാണ്, വൈസ് ചെയർമാനാണ്. ഓക്കെ, ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്കാണ്. സോ പുള്ളി ഗവൺമെൻറ്റിൻ്റെ ഇതെന്ന് പറയുന്നതാണ്. സോ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക, വലിയ ഇഷ്യൂസൊന്നും ഇതിൽ വരത്തില്ല. ഓക്കെ, ഷിപ്പിംഗ് സെക്ടർ ഈസ് അറ്റ് സീ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. GS3 പോർട്സ്, അത് ആ സംഭവത്തിൽ വരും. അടുത്തത് ബിഗ് ഫിഷ് ഫോർ എഡ്യൂക്കേഷൻ, ഇതും വേണം. അപ്പോൾ ഈ 3 എഡിറ്റുകൾ നിങ്ങൾ വായിക്കുക. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇന്ന് തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, ഇതിൻ്റെ വീഡിയോ ഇടാൻ ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മെയിൻസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ UPSC പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോൾ, നമുക്ക് ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഒരു 10-15 പോയിൻ്റ് മതി. അതിൽ കൂടുതൽ പോയിൻ്റ് നമ്മൾ പഠിച്ചുകൊണ്ട് പോയിട്ടും കാര്യമൊന്നുമില്ല, ആ സമയത്ത് ഓർക്കത്ത് പോലും ഇല്ല. ഓക്കെ, അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നതാണ്. എനിവേയ്സ്, താങ്ക് യു സോ മച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ സാഗർമാലയുടെ കാര്യം സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, യു മസ്റ്റ് റീഡ്. ഓക്കെ, ഇന്നത്തെ എല്ലാ എഡിറ്റോറിയലും ഇമ്പോർട്ടൻ്റ് എക്സെപ്റ്റ് ദിസ് എയർ പണി സെർവൻ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. പുള്ളിക്കാരൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് ജേർണലിസ്റ്റിൻ്റെ കാര്യമാണ്. എനിവേയ്സ്, താങ്ക് യു ഫോർ ലിസണിങ്. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ US ഇറാൻ ഒന്നിക്കുമോ, അല്ലെങ്കിൽ US ഇറാനിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, ജസ്റ്റ് കമൻറ്റ്.